ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന എല്ലാ സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നല്ലോ. സ്വർണ്ണമാനമായിട്ട് പ്രഭാത സന്ദേശം പറയുവാൻ കർത്താവ് ഭാഗ്യമൊരുക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രങ്ങളിൽ കർത്താവിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച് ഹല്ലേലൂയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. അതിനാധാരമായിട്ട് ഒന്ന് യോഹന്നാൻ്റെ ലേഖനം, ദൈവത്തിൻ്റെ സ്തോത്രം, അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നു: കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഹല്ലേലൂയ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുക. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകമനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നുവെന്ന് നാം ഇന്നത് ആകുമെന്നും ഇതുവരെ പ്രത്യക്ഷനായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് തീർച്ചയന്മാരാകുമെന്ന് നാം അറിയുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ നമ്മൾ അറിയുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹം. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. എന്താ പിതാവ് നമുക്ക് നൽകിയ സ്നേഹം? ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ, സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ. പാപികളും ദോഷികളുമായിരുന്നു നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിന് പ്രസാദം തോന്നി. ഹല്ലേലൂയ. ആ തമ്പുരാന് പ്രസാദം തോന്നി. ഹല്ലേലൂയ. തൻ്റെ പുത്രനെ, ഓമന പുത്രനെ, കുമാരനെ ലോകത്തിലേക്ക് അയച്ചിട്ട് പാപികളായിരുന്ന ദോഷികളായിരുന്ന നമ്മെ ഹല്ലേലൂയ വീണ്ടെടുക്കുവാൻ ഹല്ലേലൂയ അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റി തന്നു. കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നുവെന്നോ ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നു. അതാ പിതാവിന് നമ്മോടുള്ള സ്നേഹം. ഇന്ന് പലർക്കും ഇത് മനസ്സിലാകാതിരിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് കർത്താവ് മനസ്സിലാക്കി തന്ന ആ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രിയമുള്ളൊരു കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഇന്ന് പലർക്കും അറിയത്തില്ല. തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിന്ന് നോക്കുമ്പോൾ. നമ്മുടെ പല തലമുറകളും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചോ ഹല്ലേലൂയ കർത്താവ് നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും ചീന്തി പാപികളായിരുന്ന നമ്മെ വീണ്ടെടുക്കുവാൻ അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ആ കർത്താവ് പിതാവിൻ്റെ ആ മകത്തരമായ സ്നേഹത്തെക്കുറിച്ചോ ഇന്നൊരു ആർക്കും അറിയത്തില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ആ ഒരു അറിവ് കർത്താവ് നൽകി തന്നിരിക്കുന്നവർ ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാ ഹല്ലേലൂയ. അങ്ങനെ തന്നെ നാം ആകുന്നു. അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ലെന്ന. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നതെന്നോ നാം ഇന്നത് ആകുമെന്നും ഇതുവരെ പ്രത്യക്ഷമായില്ല. ഹല്ലേലൂയ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. നമ്മുടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിരിക്കുക. നമ്മുടെ കർത്താവ് ഏറ്റവും പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം, കർത്താവ് വരാറായി. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. സംഭവങ്ങളൊക്കെ അതാണ് നമ്മളെ വിളിച്ചറിയിക്കുന്നത്. വലിയ സ്വയസ്നേഹികളായിത്തീരും, വലിയ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയാത്തവരായിത്തീരുമെന്നൊക്കെ ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹം നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്നതാണ് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം. അതുകൊണ്ടാണ് പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കേണ്ടതിന് നൽകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോഴാണ് കാണുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവിടെ കാണിക്കുന്നത് എന്താ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. തൻ്റെ ഏകജാത പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ ആരും നഷ്ടപ്പെട്ടു പോകരുതെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനും നഷ്ടപ്പെടരുതെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പലരും ഹല്ലേലൂയ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനും നഷ്ടപ്പെടരുതെന്നുള്ള ദൈവമാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ടാണ് തൻ്റെ ഓമന കുമാരനെ, പുത്രനെ ലോകത്തിലേക്ക് അയച്ച് പാപികളും ദോഷികളുമായിരുന്നു നമ്മെ വീണ്ടെടുക്കുവാൻ കർത്താവിന് പ്രസാദം തോന്നിയത്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടത്. കർത്താവ് അത് ആഗ്രഹിക്കുന്ന, തമ്പുരാൻ അത് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഒരു കർത്താവ് നമുക്കൊരു നിത്യജീവൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ എടുക്കപ്പെടണം എന്നുള്ളതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ പദ്ധതി എന്ന് ദൈവജനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, നിത്യജീവൻ പ്രാപിക്കേണ്ടതിനോ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രയെന്ന് നമ്മളിവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. ആരും നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ളത് ആ തമ്പുരാൻ്റെ പദ്ധതി. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആരും നഷ്ടപ്പെട്ടു പോകരുത്. ദൈവകൃപ വിട്ട് നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ള ആ ദൈവത്തിൻ്റെ പദ്ധതി പ്രിയമുള്ളവർ. ദൈവവചനപ്രകാരം ഈ ദിവസങ്ങളിൽ മുന്നേറുവാൻ കഴിയാത്തവരായി നഷ്ടപ്പെട്ട ഹല്ലേലൂയ ജീവിതം കഴിച്ചു കൂട്ടുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാവിലെ എനിക്ക് പറയുവാനുള്ളത്, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് ലോകത്തിന് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നതിനെ കർത്താവ് ഹല്ലേലൂയ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് തന്നെ. അല്ലേ നമ്മളെന്നെ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു, എന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമായിരുന്നു. എന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു തമ്പുരാനുണ്ടെന്നോ ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവർ നിങ്ങൾ മറന്നു പോകരുത്. നമ്മെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. നമ്മെ നഷ്ടപ്പെടാതെ വേണം നമുക്ക് വേണ്ടി അവസാനത്തുള്ള ഏറ്റം വരെയും ഊറ്റി ഹല്ലേലൂയ ജീവനെ കൊടുത്ത ഒരുവൻ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കാൽവരി കുലമരത്തിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു ഹല്ലേലൂയ. അവൻ ദൈവത്തിന് സ്തോത്രം കല്ലറുകളെ ഭേദിച്ചുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിൻ്റെ ഹല്ലേലൂയ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ട് എനിക്ക് ആരുപോലും നഷ്ടപ്പെടരുത്. അതാ പിതാവ് നമ്മോടുള്ള സ്നേഹം. ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെടുവാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയമുള്ളവരെ. നമ്മൾ നോക്കുമ്പോൾ വല്ലാത്ത കാലഘട്ടമാണ് പ്രിയമുള്ളവരെ. മനുഷ്യർ പലപ്പോഴും ഹല്ലേലൂയ ദൈവത്തെ അറിയാത്തവരായി, ദൈവം എന്തെന്നറിയാത്തവരായി നഷ്ടപ്പെട്ടു പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും പിന്മാറ്റിയ അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ, ഈ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ഞാൻ നിങ്ങളെ മാടി വിളിക്കുകയാണ്. കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങൾ കടന്നു വാ. ദൈവ സ്നേഹത്തിലേക്ക് നിങ്ങൾ മടങ്ങി വാ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. നിങ്ങൾ നിൽക്കുന്നത് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവ് ഉള്ളത് കൊണ്ടെന്നോ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. അതുപോലെ കാണുകയും നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആ സ്നേഹമാണ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി കാണിച്ചു തന്ന സ്നേഹം. ഹല്ലേലൂയ. ആ സ്നേഹത്തിൽ നമ്മൾ നിലനിൽക്കണമെന്നുള്ളതാണ് കർത്താവിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് ഇന്ന് രാവിലെ സമയം നമ്മളെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. നമ്മളെ ഹല്ലേലൂയ കരുതുന്ന ഒരുവനുണ്ട്. നമ്മുടെ അവസ്ഥകൾ അതിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവനുണ്ട്. അവൻ്റെ പാതകളെ പിൻപറ്റുവാൻ ഇന്ന് ഞാൻ നിങ്ങളെ മാടി വിളിക്കുകയാണ്. ആരും നഷ്ടപ്പെട്ടു പോകരുതെന്ന തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. ഹല്ലേലൂയ. ആ നിത്യജീവനെ അവകാശമാക്കുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായി മുന്നേറുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ ദൈവത്തിൽ നിന്ന് സമർപ്പിച്ച് ഏൽപ്പിച്ച് കൊടുത്താട്ട്, നമ്മളെ തന്നെ ദൈവത്തിൽ നിന്ന് താഴ്ത്തി കൊടുത്താട്ട്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവ സ്നേഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പിന്മാറി പോകരുത്. അവൻ നമ്മളെ സ്നേഹിക്കുന്നു. അതുപോലെ നമുക്ക് കർത്താവിനെയും സ്നേഹിക്കുവാൻ കഴിയണം. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് കഴിയണം. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ഹല്ലേലൂയ ജീവിതയാത്ര കഴിക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. അതാ ദൈവ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. തന്നെ ഈ വചനങ്ങൾ ദൈവസ്ഥനെ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് വചനങ്ങളാൽ ഇന്ന് രാവിലെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ കർത്താവ് നല്ല വചനം ഞങ്ങൾക്ക് അതിന് സ്തോത്രം ചെയ്യുന്നു. കാണുന്ന ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഞങ്ങൾക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആ സ്നേഹത്തിൽ ഞങ്ങൾ നിലനിൽക്കുവാൻ, സ്നേഹത്തിൽ മുന്നേറുവാൻ കർത്താവെ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവ് ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് ദൈവവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. താഴ്ത്തുന്നവർ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടി ആ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.